ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റോസിൻ്റെ കെയറിങ്ങാണ് ഈ വീഡിയോസിൽ പറയുന്നത്. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരിക്കുന്ന 3 റോസുകളാണ് ഈ കാണുന്നത്. ഒന്ന് കാശ്മീരി റോസ്, ഒന്ന് നമ്മൾ ബൊക്കയിലൊക്കെ ഉള്ള റോസില്ലേ അത്, ഒന്ന് പിന്നെ വേറെ ഒരു പിങ്ക് റോസ്. അങ്ങനെ 3 റോസുകളാണ്. കുറേ റോസുകൾ വാങ്ങിച്ചിട്ടൊന്നും അധിക നാൾ നിന്നില്ല. ഈ റോസ് മാത്രമാണ് എൻ്റെ കൂടെ കുറേ കാലം കൂടെ ഉള്ളത്. ഇതിന് അങ്ങനെ കേടുകളൊന്നും വരാറില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തോളമായി ഈ പ്ലാന്റ്സ് എൻ്റെ അടുത്ത്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ തളിച്ച് കൊടുക്കാറുണ്ട്. അല്ലാതെ ഇതിന് വേറെ കെയറിങ്ങൊന്നും ചെയ്യാറില്ല. ഇതിന് പിന്നെ വീട്ടിലുള്ള ഉള്ളിയുടെ തോല്, കോഴിമുട്ടയുടെ തൊണ്ട് അതെപ്പോഴും ഞാൻ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. ഫംഗൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാറില്ല. ചെറിയ പോട്ട് തന്നെയാണ്, പക്ഷേ എന്നാലും തണ്ടിനോട് കുറച്ച് വിട്ടിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കും. അതൊരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോൾ. അങ്ങനെ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധയൊന്നും കൊടുക്കാറില്ലെങ്കിലും എപ്പോഴും പൂക്കളുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് ഈ റോസുകളുള്ളത്. ഞാൻ എത്രയോ റോസുകൾ വാങ്ങിച്ചിട്ട് ഒക്കെ മടുത്തിരിക്കുമ്പോഴാണ് ഈ റോസ് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ട റോസുകളാണ്. എല്ലാം പോയപ്പോൾ പിന്നെ ഇതും പോകും എന്നുള്ളത് വിചാരിച്ചിട്ട് ഇതിനെ ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷേ എന്നും പൂക്കൾ തരും. മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒരേപോലെ പൂക്കൾ തരുന്നതാണ്. പ്ലാന്റ്സ് ഒരു തവണ നനച്ച് കൊടുക്കും. നല്ല വേനൽക്കാലമാകുമ്പോൾ, അല്ലാത്ത സമയങ്ങളിലൊന്നും അങ്ങനെ നനയ്ക്കാറില്ല. നല്ല ചൂട് കാലത്ത് മാത്രമേ നനയ്ക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ 2 ദിവസം കൂടുമ്പോൾ വാടുമ്പോൾ മാത്രമേ നനയ്ക്കാറുള്ളൂ. പക്ഷേ അങ്ങനെ പ്ലാന്റ്സിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യാറുണ്ട് കേട്ടോ. പ്രൂൺ ചെയ്ത് പ്രൂണിങ്ങും സൺലൈറ്റുമാണ് ഏറ്റവും റോസിന് അത്യാവശ്യമുള്ളത്. ഇത് ഇങ്ങനെ മതിലിൻ്റെ മുകളിലുള്ള കാരണം നന്നായി വെയിലും കിട്ടുന്നുണ്ട്. പിന്നെ പ്രൂണിങ് നമ്മൾ നന്നായി പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാർഡ് പ്രൂണിങ്ങാണ് ചെയ്യാറുള്ളത്. പിന്നെ പൂക്കൾ പോയതിന് ശേഷം അപ്പോൾ അത് ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ നുള്ളി കളയാറുണ്ട്. പക്ഷേ അതിന് ശേഷം കുറച്ച് നാൾ പൂക്കളില്ലാത്ത സമയമായ ഹാർഡ് പ്രൂണിങ് ചെയ്യും. ഈ ചട്ടിയിൽ തന്നെയാണ് മേടിച്ച അന്ന് മുതൽ ഇത്രയും കാലം അതിൽ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ എപ്പോഴും പിന്നെ ഉള്ളിത്തോലും മുട്ടയുടെ തൊണ്ടും എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. അത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് കമ്പോസ്റ്റായി മാറാറുണ്ട്. അപ്പോൾ ഈ കൂടുതൽ കെയറിങ് ഒന്നും ഇല്ലാത്ത റോസ് നിങ്ങളൊന്ന് മേടിച്ച് വളർത്തി നോക്കൂ കേട്ടോ. പിന്നെ കാശ്മീരി റോസ്, ഈ ബൊക്കയിൽ